ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ന്യൂ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മാഗസംബിയിൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ബേസ് ഫുള്ള് സെറ്റ് ചെയ്യുമെന്ന്. അതെല്ലാം നമ്മൾ ഇവിടെ ഒരു ഹബ്ബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ നമ്മുടെ ടീം ബേസിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ബേസ് സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാനാണ് പുറകിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ ഇപ്പോൾ ഒരു 360 വീഡിയോ കാണിക്കാം. വെയിറ്റ് ആക്കാൻ ഗൈസ്, ഇതാണ് നമ്മുടെ ബേസിൻ്റെ ടോട്ടലി ഫുള്ളി ഉള്ള ലുക്ക്. ഗൈസ്, ഇതാണ് പ്രഷർ. ഓക്കെ, അവൻ അവിടെ സെറ്റായി. ഓക്കെ ഗൈസ്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, 360 എടുത്ത് ഇതാണ് നമ്മുടെ ബേസിൻ്റെ ഇപ്പോഴത്തെ ടോട്ടലിലുള്ള ലുക്ക് കേട്ടോ ഗൈസ്. അയ്യോ, ടോട്ടലിലുള്ള ലുക്ക് ഇതാണ്. പിന്നെ ഇനി ഇവിടെ ആയിട്ടൊരു സംഭവം വരും. ഇവിടെ ആയിട്ടൊരു ചിമ്മിനി വരുന്നുണ്ട്. അതാകുമ്പോൾ റൂഫിന് വെട്ടം കിട്ടും. പിന്നെ ഇവിടെ ആയിട്ട് ഗ്ലാസ് ഒക്കെ ഇടണം. കുറച്ചും കൂടെ പണി ബാക്കി കിടക്കുന്നുണ്ട് ഗൈസ്. അതവിടെ അങ്ങനെയല്ലേ? ഓക്കെ, പിന്നെ എൻ്റെ ടീമിൻ്റെ പേരാണ് ഗോഡൽ. നിങ്ങളെല്ലാവരും മാഗസംബി കെയർ ചെയ്യുവാണ്, നിങ്ങൾക്ക് ഞങ്ങളുടെ ടീമിൽ ജോയിൻ ചെയ്യാം. പിന്നെ ഇവിടെ ആയിട്ട് ഞാനും എൻ്റെ ടീം ലീഡറും കൂടെ ഒരു വലിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ആയിട്ട് സ്റ്റാച്ചു പണിയാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഇച്ചിരി പൊട്ടിച്ച് കളയണം ഇത്രയും. പിന്നെ ഇതൊരു ഹബ്ബ്, ചെറിയൊരു ഹബ്ബ്. ഇത് ഞാൻ പണിത്. ഇത് എൻ്റെ ടീം ലീഡറും ഞാനും കൂടെ പണിതതാണ് എൻ്റെ ഈ വീട്. പിന്നെ എനിക്ക് നമ്മുടെ സുദീപ് ബ്രോനെ ഇൻസ്പയറായി ഒരു സിംഹാസനം. ഗൈസ്, അപ്പോൾ അത്രയൊക്കെയുള്ള ഐറ്റംസ് നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കയറി കാണിച്ചു തരാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് വളരെ എനിക്ക് ഇതായി ഗൈസ്. കാരണം എനിക്ക് വളരെ ഹാപ്പിയായി ഞാൻ. കാരണം എൻ്റെ കഴിഞ്ഞ മാഗസംബിയിൽ വന്ന വീഡിയോയ്ക്ക് എനിക്ക് നല്ല വ്യൂസ് കിട്ടി. എനിക്ക് നല്ലവണ്ണം ഞാൻ ഹാപ്പിയായി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഈ വീഡിയോയ്ക്ക് അതുകൂട്ട് തന്നെ എനിക്ക് ലൈക്ക് കിട്ടുവാണ് വളരെ ഹാപ്പിയാകും. ലൈക്ക് കിട്ടിയാലും വേണ്ട, സബ് അടിക്കൂ ഗൈസ്. സബ് അടിച്ചാൽ എനിക്ക് ലൈവ് ഇടാൻ പറ്റും. ഡെയിലി ലൈവൊക്കെ വരുന്നതായിരിക്കും ഗൈസ്. പിന്നെ ഗൈസ്, ഓക്കെ, നമുക്ക് ഇനി ഇന്ത്യയിലേക്ക് ഇപ്പോൾ പണിതേക്കുന്ന കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുന്ന് കയറി വരുമ്പം ഇനി ഇവിടെ ആയിട്ട് കുറച്ച് മാറ്റിയിടാനുണ്ട്. കയറി വരുമ്പോൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ് കാണുന്നത്. ഒരു 3 ബ്ലോക്ക് ആ സംഭവം. ഇവിടെ ആയിട്ടൊരു എൻചാൻറ്റിങ് സെറ്റപ്പ് ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ മറ്റേ നമ്മളെ ആ എൻചാൻറ്റ്മെൻറ്റ് മിഷനും ഒരു എന്തേലും ഒക്കെ സെറ്റാക്കണം. പിന്നെ നേരെ ഓപ്പോസിറ്റ് വേണ്ട ഇവിടെ ആയിട്ട് ഒരു ബ്രൂയിങ് ഏരിയയും ഇവിടെ വർക്ക് സ്റ്റേഷൻ്റെ ഐറ്റംസൊക്കെ സെറ്റ് ചെയ്യണം. മണ്ടയ്ക്കത്തെ പിന്നെ ഇവിടെ 2 സ്ഥലം കണ്ട ഇവിടെ കണ്ടേ, ഈ ഡോറ് ഞാൻ പൊട്ടിച്ചളയും. ഇവിടെ നമുക്ക് നെതറിൽ പോകുമ്പോൾ ഇടാനുള്ള ആർമർ. ഇവിടെ നമ്മുടെ ഇപ്പോഴത്തെ ആർമർ അത് ഞാൻ പറയാം. പിന്നെ ഇപ്പം ഇവിടെ ഒരു ടെമ്പററി ആയിട്ട് ഒരു ചെറിയ ബെഡ് ഡിസൈൻ. ഈ ബെഡ്റൂം പൊട്ടിച്ച് ഞാൻ ഇവിടുന്ന് എൻ്റെ നേരെ മണ്ടയ്ക്ക് ഫ്ലോറുണ്ട്, അവിടെ കൊണ്ടുവെക്കും. പിന്നെ ഇവിടെ ലൈറ്റ് ഇല്ലല്ലേ, ലൈറ്റ് ഇവിടെ ആയിട്ടിരിക്കട്ടെ, ഒരു ടോർച്ചിരിക്കട്ടെ. ഓക്കെ, പിന്നെ ഇവിടെ ആയിട്ട് ഇനിയും ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ഫുള്ള് സ്റ്റോറേജ് സെറ്റ് ചെയ്യാനാണ് പ്ലാൻ. ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ട് ഗൈസ്. ഇവിടെ ഫുള്ള് ജസ്റ്റ് സെറ്റ് ചെയ്യണോ, ഇവിടെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ബിൽഡ് ചെയ്ത് സെറ്റ് ചെയ്യണം. എന്നിട്ട് വേണ്ടി ഇവിടെ ആയിട്ട് ആയിരിക്കും എൻ്റെ ബെഡ് വരുന്നത്. ബെഡിൻ്റെ ഡിസൈനൊക്കെ നമ്മുടെ ടീം ലീഡർ സെറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഓക്കെ ഗൈസ്, അപ്പോൾ പിന്നെ ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കണ്ടു കാണും തേണ്ടേ ഇവിടെ ഒരു ബ്രിഡ്ജ്. ഇത് ഞാനാണ് നമ്മുടെ ബേസ് ഞാൻ പറഞ്ഞത്. ലോഡാവുന്നില്ല, ലോഡാവുന്നില്ല. ഓക്കെ, ബേസ് പണിതത് ഞാൻ ഏകദേശം തോണ്ടല്ലേ അവിടെ ആയിട്ടാണ് പണിയാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അങ്ങോട്ട് ബേസ് പണിയുവാണ്. നമ്മുടെ ടീം ബേസിൻ്റെ അവിടുന്ന് ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ പാത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതെന്ന് വെച്ചാൽ ടീം ബേസിൻ്റെ പുറകിലാണ്.
അതുമല്ല ആൾക്കാർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റത്തില്ല. ടീം ബേസിൻ്റെ അകത്ത് കയറി എന്നാൽ ഇതിലേക്കൂടെ വേണം കാണാം. അതുകൊണ്ട് ഞാനാണത് ഇവിടുന്ന് എൻട്രൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ലോഡായിട്ടില്ല, അതുകൊണ്ടാണ്. ഇവിടെ ഒരു ജസ്റ്റ് ഒരു പാത്ത് സെറ്റാക്കി. പിന്നെ ഈ ഷുഗർ കെയിൻ ഫാം ആയതുകൊണ്ട് അൺലോക്ക് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഈ പാലം ഞാൻ ഇത്രയും സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഈ പാലം ഞാൻ ഈ ബേസ് ഇവിടെ പണിയുന്നതിന് മുമ്പ് ഇവിടെ ഇത്രയും സ്പേസേ ഉള്ളായിരുന്നു. ആ സ്പേസ് ഉള്ളപ്പോൾ സമയത്ത് ഇങ്ങോട്ടൊരു കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഞാൻ പണിത ബ്രിഡ്ജാണ് ഇത്. ഓക്കെ, അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എനിക്ക് പറയാനുള്ള നമ്മുടെ കയ്യിലിപ്പം ഇത് നമ്മുടെ കയ്യിലിപ്പോൾ ഇത്രയും ട്രിമ്മ് നിറഞ്ഞ വല്ല MVP ആർമർ ആയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ കാരണം എൻചാൻറ്റ്മെൻറ്റ്സ് ഒക്കെ കണ്ടു. വെൻഡിങ് അൺബ്രേക്കിംഗ് 3, റെസ്പിറേഷൻ, പ്രൊട്ടക്ഷൻ 5, ചെസ്റ്റ് പ്ലേറ്റ്, പ്രൊട്ടക്ഷൻ 4, അൺബ്രേക്കിംഗ് 3, മെൻഡിങ്, ലെഗൻസി, പ്രൊട്ടക്ഷൻ 4, അൺബ്രേക്കിംഗ് 3, മെൻഡിങ്, ബൂട്ടിലും പ്രൊട്ടക്ഷൻ 4, ഫെദർ ഫാളിങ് 4, സോൾ സ്പീഡ്, മെൻഡിങ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആർമർ എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് ഇത് മൈൻഡ് ചെയ്യണ്ട ഗൈസ്. പിന്നെ നമുക്ക് സോഡുണ്ട്, നെതറൈറ്റ് സോഡ്. പിന്നെ നമ്മുടെ കയ്യിലാണ് ആക്സും. ഇത് ഞാൻ അറിയാതെ എവിടെ കൊണ്ട് കളഞ്ഞു ഗൈസ്. എൻ്റെ മറ്റേ ക്വിക്ക് ഡ്രോപ്പ് ബട്ടൺ ഉണ്ടായിരുന്നു, ഞാൻ അറിയാതെ പിടിച്ചത് ലാവയ്ക്കകത്തോട്ട് കൊണ്ട് കളഞ്ഞു ഗൈസ്. ലാവയിലല്ല, അത് കത്തിച്ച് കളഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അതെൻ്റെ എങ്ങനെ പോയി ഗൈസ്. ഞാൻ വെളിയിലത്തെ ചെസ്റ്റി വെച്ചാണ്, എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു നെതറൈറ്റ് പിക്കാക്സ് അല്ല പോയെന്ന്, എൻ്റെ വേറെ പിക്കാക്സ് ആണ് പോയെന്നാണ്. ആക്സും പോയി. ആക്സ് എനിക്ക് നെതറൈറ്റ് അല്ലായിരുന്നു ഓൾറെഡി. എനിക്കാണെങ്കിൽ പിക്കാക്സ് ആയിരുന്നു, സോഡായിരുന്നു, ഷവലായിരുന്നു. പിന്നെ എനിക്ക് നമ്മുടെ മെയ്സ് കിട്ടിയിട്ടുണ്ട്. മെയ്സിലാണ് ഞാൻ വിൻഡ് ബെസ്റ്റ് 2ഉം ഡിസ്റ്റൻറ്റ് 5 ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആർമർ. പിന്നെ ഫുഡിന് ക്ഷാമമൊന്നുമില്ല. പിന്നെ എനിക്ക് ഷീൽഡും ഉണ്ട്, ഷീൽഡ് മെൻഡിങ് ആഡ് ചെയ്യണം. അത്രയൊക്കെയാണ് ഗൈസ് സംഭവങ്ങൾ. പിന്നെ ഇത്രയൊക്കെയുണ്ട് ഗൈസ്. ഇനി അടുത്ത എപ്പിസോഡെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഇൻഡിലിങ് മൊത്തം കംപ്ലീറ്റ് ആയിരിക്കും. ഓക്കെ, അതും സെറ്റായിരിക്കും. പിന്നെ നമ്മുടെ RS മൈൻക്രാഫ്റ്റ് ബ്രോ ഇല്ലേ, RS മൈൻക്രാഫ്റ്റ് പുള്ളിയുടെ സെർവർ ഇല്ലേ, പറക്കും തെളിക, അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളും. നമ്മൾ അതിൽ കയറുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ RS മൈൻക്രാഫ്റ്റിൻ്റെ നെയ്ബറായിട്ട് നമ്മൾ ടീം ആവുന്നതായിരിക്കും. എന്ന് വെച്ചാൽ ടീം ആവുന്നില്ല, നെയ്ബർ ആവുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്ന അതൊക്കെ ആയിരിക്കും ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ.